അല്പസമയം മുമ്പ് നോർത്തേൺ സർക്കിൾ CCF KS ദീപ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഡോക്ടർ അരുൺ സക്രി എത്തിയതിനു ശേഷമായിരിക്കും ഓപ്പറേഷൻ പ്ലാൻ, അതിനൊരു പ്ലാനിന് അന്തിമ രൂപം നൽകുക. നിലവിൽ അവിടെ കടുവ പ്രദേശം വിട്ടുപോയിട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത്. കൂടുതൽ ആളുകൾ ഇപ്പോൾ വനത്തിനകത്തേക്ക് കടന്ന് ഒരു വലിയ ബഹളമുണ്ടായാൽ കടുവ അവിടെ വിട്ടുപോകും. അതിന് ശ്രമിക്കുന്നില്ല. ക്യാമറ ട്രാപ്പുകൾ നിരവധി സ്ഥാപിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചു വരുന്നുണ്ട്. അതിലേതിലെങ്കിലും കടുവയുടെ ചിത്രം പതിഞ്ഞാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി. കാരണം ഈ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ SOP അനുസരിച്ചേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആദ്യത്തെ കാര്യം കടുവയെ ഐഡന്റിഫൈ ചെയ്യുക. അത് ഇവിടുത്തെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട കടുവയാണോ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലെ ഡാറ്റാബേസിൽ ഏതെങ്കിലും ഉൾപ്പെട്ട കടുവയാണോ എന്ന തരത്തിൽ കടുവയെ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷമാണ് ഈ കൂട്ടിൽ കയറാൻ സാധ്യതയുണ്ടോ, അത് കൂട് വെച്ച് പിടിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. അതും അല്ലെങ്കിൽ മയക്കുവെടി വെക്കുക. ഈ രണ്ട് ദൌത്യവും പരാജയപ്പെട്ടാൽ കടുവയെ ഹണ്ട് ചെയ്യാം, അതായത് വെടിവെച്ച് കൊല്ലാം എന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ്. അതും പൂർണ്ണമായും ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ അനുസരിച്ച് മാത്രം ആയിരിക്കും ഈ നടപടി നടക്കുക. അത്തരത്തിൽ അതിനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ NTCA നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളായിരിക്കും നടക്കുക. എന്തായാലും ഈ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി അതുകൊണ്ട് തന്നെ കൗൺസിലർ DFOക്ക് അയച്ച കത്ത് പുറത്തു വന്നിരുന്നു. അതിൽ ഈ കടുവയുടെ സാന്നിധ്യമുണ്ടെന്നൊരു സംശയം, അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം ആ കത്തിൽ കൗൺസിലർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കത്ത് ഒരുപക്ഷെ ആ കത്ത് കണ്ടതിന് ശേഷം, ലഭിച്ചതിന് ശേഷം കൃത്യമായ നടപടികളിലേക്ക് പോയിരുന്നുവെങ്കിൽ എന്നുള്ളൊരു ചോദ്യചിഹ്നം നമ്മുടെ മുന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രി ഇന്ന് എന്തെങ്കിലും പറഞ്ഞോ? കൗൺസിലർ നൽകിയ കത്താണെങ്കിൽ കൂടി അത് നഗരസഭ കൗൺസിൽ ചർച്ച ചെയ്ത് നഗരസഭയിലെ തീരുമാനത്തിന് പ്രകാരം നൽകിയൊരു കത്താണ് DFOക്ക് ഈ മേഖലയിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന്. അന്ന് പക്ഷേ പ്രധാനമായും പറഞ്ഞിരുന്നത് ഫെൻസിംഗ് ആണ്. പക്ഷേ ഈ ഫെൻസിംഗിന്റെ കാര്യം പറയുമ്പോഴും അത് കടുവ ഇറങ്ങുന്നതിനൊരു പരിഹാരമാകുന്നില്ല. നമ്മൾ ഈ പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതു തരത്തിലുള്ള പ്രതിരോധ വേലിയും കാട്ടാനയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. കാട്ടാന ഇറങ്ങുന്നത് മാത്രമേ തടയാൻ അതുകൊണ്ട് കഴിയുകയുള്ളൂ. കടുവയെ പോലുള്ള മൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തടയാൻ ഈ ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഫലപ്രദമാവുകയില്ല. കാട്ടാനയെയും ഒരു പരിധിവരെ കാട്ടുപോത്ത്, മാന് തുടങ്ങിയ മൃഗങ്ങളെയും ഒക്കെയാണ് ഫെൻസിംഗ് ഉപയോഗിച്ച് തടയാൻ കഴിയുക. ആ ഫെൻസിംഗ് ശക്തിപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം ഇന്നലെ ഉയർന്നിരുന്നു. അത് നേരത്തെ ടെൻഡർ ചെയ്തതാണ്. പക്ഷേ ആളുകൾ അത് വർക്ക് എടുക്കുന്നില്ല. ഇനി ജനകീയമായി തന്നെ വനസംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള ജനകീയ സംവിധാനങ്ങൾ ഉപയോഗിച്ചത് ചെയ്യാമെന്ന ഉറപ്പാണ് ഇന്നലെ നൽകിയിരുന്നത്. പക്ഷേ അപ്പോഴും ഈ ഫെൻസിംഗ് വന്നെങ്കിൽ കൂടി ഈ കടുവയുൾപ്പെടെയുള്ള മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, എന്ത് പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അതിന് ഫെൻസിംഗ് ഒന്നും ഫലപ്രദമാവുകയില്ല. പ്രത്യേകിച്ച് തോട്ടം മേഖലയാണ്. ആളുകൾ പുലർച്ചെയൊക്കെ ജോലിക്ക് പോകുന്നതാണ്. തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ ഉണ്ട്. വനവുമായി അതിർത്തി പങ്കിടുകയാണ്. അവിടെ ഈ ആളുകൾ ഈ അതിരാവിലെയൊക്കെ പോകുമ്പോൾ എന്ത് സുരക്ഷയാണെന്നുള്ള ഒരു കാര്യമുണ്ട്. മറ്റൊന്ന്, ഈ കൃഷിയിടങ്ങളിൽ കാട് പിടിച്ച് കിടക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വനമല്ലാതെ തന്നെ വനത്തിന് പുറത്തും കുറ്റിക്കാടുകൾ നിറഞ്ഞ കൃഷിയിടങ്ങൾ ഉണ്ടാകുമ്പോൾ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അറിയാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അതിനൊക്കെ പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. എന്താണെങ്കിലും ഇന്നലെ അത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ചയുണ്ടായിരുന്നു. അത് പെട്ടെന്ന് നടപ്പാക്കുമെന്ന് തന്നെയാണ്. എന്തായാലും കടുവയെ പിടികൂടാനുള്ള നടപടികളുമായി വനംവകുപ്പ് കമലിലേക്ക് മടങ്ങി വരാം.